പ്യുവർ ടെസർ സിൽക്കിന്റെ പ്യുവർ ദേശി ടെസർ സിൽക്കിന്റെ അതേ ഒരു ഫീലിലും അപ്പിയറൻസിലും വരുന്ന സാരീസാണ് വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പേൾ ക്രീം കളക്ഷൻസ് ആണ്. അതിൽ നല്ല മൾട്ടി കളറിലായിരിക്കും, ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും സാരി വരുന്നത് കേട്ടോ. ഈ ഒരു സാരിയിൽ വരുമ്പം ഒരു പേസ്റ്റൽ പീച്ചും ടീൽ ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ്, ആ ഒരു ഡ്യുവൽ ടോണിൽ നല്ല പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഫുൾ ഒരു ലീഫ് മോട്ടീവ്സ് ആണ്. ലീഫിന്റെ പാറ്റേൺസ് വന്നിട്ട് ത്രെഡ് വുവൺ സ്റ്റൈലിൽ കെസിയ വുവൺ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്ന സാരി കേട്ടോ. ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ നല്ലൊരു വെർട്ടിക്കൽ ലൈൻസും അതിലെ ഒരു ലീഫ് പാറ്റേണിലും ആയിരിക്കും സാരിയിലെ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതിൽ ടീൽ ഗ്രീനും പീച്ചും വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു പീച്ച് ബ്ലൗസ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് സെൽഫ് കളറിലെ ബ്ലൗസും വരുന്നുണ്ട്. ബോർഡർ നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ഫ്ലാഷി ആയിരിക്കും സാരി വീഡിയോയിൽ കേട്ടോ. പക്ഷെ ഫ്ലാഷി അല്ല, മാറ്റ് ഫീലിലാണ് സാരി വരുന്നത്. ത്രെഡ് വൂവൻ സ്റ്റൈലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണി. ഒരു ഗീച്ച വൂവൻ സ്റ്റൈലിൽ സാരിയുടെ പല്ലു വരുന്നുണ്ട്. ഗീച്ച വ്യൂ വന്നിട്ട് അതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും സിമ്പിൾ പല്ലു സാരിക്ക് വരുന്നത്. കാരണം ബോഡി നല്ല റിച്ച് ആയിട്ടുള്ള ബോഡിയാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ആ ഒരു ഫാബ്രിക് വരുന്നത്. നമ്മൾ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പ്ലീറ്റ്സ് വരുമ്പം ആസ് യൂഷ്വൽ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും സാരിയിലെ ഒരു വർക്ക് വന്നിട്ട് അപ്പർ പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻ്റയർ ബോഡിയും ഈ ഒരു പാറ്റേൺ വന്നിട്ട് ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരിയും പേൾ ക്രീമിൽ തന്നെയാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. നല്ലൊരു പാറ്റേണിലാട്ടോ ഇതിലെ ഒരു വർക്ക് വരുന്നത്. ഒരു സിക്സ് ആഗ് വുവൺ സ്റ്റൈലിൽ ഒരു അൺഈവൻ ആയിട്ടുള്ള പാറ്റേണിലാണ് സാരിയിൽ ഒറിസോണ്ടൽ ആയിട്ടാണ് ആ ഒരു വർക്ക് വരുന്നത്. ഫുൾ സാരിയിൽ പേൾ ക്രീം ത്രെഡ് വെച്ചിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഈ സാരീസ് എല്ലാം നമുക്കൊരു ചേർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഒക്കേഷൻസിനെല്ലാം വളരെ ആപ്റ്റ് ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാവുന്ന സാരീസാണ്. ഗിഫ്റ്റിംഗ് പേർപ്പസിനും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്യുവർ ടെസറിന്റെ അതേ ഒരു ടെക്സ്ചറിൽ വരുന്ന സാരിയാണ്. വളരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ത്രെഡ് വുവൺ സ്റ്റൈലിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും എല്ലാ സാരീസിനും വന്നിട്ട്. ബോഡിയിലാണ് ആ ഒരു റിച്ച് ലുക്ക് വരുന്നത്. ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ മൾട്ടി കളറിലുള്ള ത്രെഡ് എംബ്രോയിഡറിയും വരുന്നുണ്ട്, സെൽഫ് കളറിലും വരുന്നുണ്ട്. ഇതിൽ വരുമ്പം സെൽഫ് വീവിലാണ് ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാറ്റേൺ വരുന്നത് സാരിയിൽ. ഇതാട്ടോ സാരിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഒരു വെർട്ടിക്കൽ ലൈൻ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ആ ഒരു വർക്കാണ് വരുന്നത്. സിമ്പിൾ ബോർഡർ ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ഡ്രൈപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരിക്ക്. സിമ്പിൾ പല്ലു വിത്ത് ബ്ലൗസ് അതേ ആ ഒരു സ്റ്റൈലിൽ തന്നെ മുന്താനിയുടെ അതേ പാറ്റേണിൽ തന്നെ ഗീച്ച വീവിൽ തിൻ ലൈൻസിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വൂവൺ പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സഫിഷ്യൻറ്റ് ബ്ലൗസ് വരുന്നുണ്ട്. 1 മീറ്റർ ലെങ്ത്തിൽ സാരി വിഡ്ത്തിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത ഡിസൈനും നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ്, ഫുൾ ത്രെഡ് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. ഇത് ഒരു ബേജാണ്, ഒരു ബിസ്ക്കറ്റ് ബേജ് ആണ് സാരിയുടെ ത്രെഡ് എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ബോഡി കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീമിൽ തന്നെ വന്നിരിക്കുന്നത്. ഇതിന്റെ വർക്കിനെ ഞാൻ ക്ലോസർ കാണിക്കാം. ഒരു ഫ്ലോറൽ ഡിസൈൻസിലും ഒരു ജാൽ പാറ്റേണിലുമാണ്, ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് സിമ്പിൾ ബോർഡർ, ഷോർട്ട് പല്ലു വിത്ത് ബ്ലൗസ്. പേൾ ക്രീം തന്നെ സാരിയുടെ ബേസ് വരുന്ന നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് സാരിയിലെ ഒരു വർക്ക് വരുന്നത്. 6 ആഗ് പാറ്റേണും ചെക്കേർഡ് പാറ്റേണിലാണ് ബോഡി വരുന്നത് സാരിയിലെ. ആ സെന്റർ പോർഷൻ വരുമ്പം 6 ആഗിലായിരിക്കും മൂവൺ ഡിസൈൻസ് വന്നിട്ട് അപ്പറും ലോവറും വരുന്നത് ചെക്കേർഡ് പാറ്റേണിലാണ്. ഡബിൾ ബോർഡർ സ്റ്റൈലായിരിക്കും കേട്ടോ സാരിയുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോഡി. ഒരു ബേജ് ടോണിലുള്ള 6 ആഗ് ഡിസൈൻ വന്നിട്ട് ബോർഡർ വരുമ്പം ചെക്കേർഡ് പാറ്റേണിലാണ് വരുന്നത് സാരി. വീണ്ടും ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ എഡ്ജ് വരുന്നത്. നമ്മൾ ഡ്രൈപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരി. ആ ഒരു സിമ്പിൾ ബോർഡർ, ചെക്കേർഡ് പാറ്റേൺ, വീണ്ടും ഒരു 6 ആഗ് പാറ്റേൺ, ചെക്ക് ഡിസൈൻസ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. സിമ്പിൾ പല്ലു, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ഡിസൈനും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സാരി കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഹൊറിസോണ്ടലായിട്ട് നല്ലൊരു സ്റ്റൈൽ ആൻഡ് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരിക. അല്ല ഹൊറിസോണ്ടലായിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ സാരിയിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. സാരി മാറ്റ് ഫീലിലാട്ടോ വരുന്നത്. വീഡിയോയിൽ വരുമ്പം കുറച്ചൊരു ഫ്ലാഷ് ആയിട്ട് തോന്നും. അതൊരു ഡേ ലൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. നല്ല പാറ്റേണിലാട്ടോ ഹൊറിസോണ്ടലായിട്ട് ഫുൾ ബോഡിയിലും വരുന്നുണ്ട് ഈ ഒരു വർക്ക്. സിമ്പിൾ ബോർഡ് തന്നെ വന്നിട്ട് അതേ സ്റ്റൈലിൽ ഗീച്ച വുവൺ സ്റ്റൈലിലായിരിക്കും. ഷോർട്ട് പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് വീണ്ടും ചെക്കേർഡ് പാറ്റേണും നല്ലൊരു ഫ്ലോറൽ വർക്കിലും ആയിരിക്കും സാരി വരുന്നത്. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ആ ഒരു മിഡിൽ ഏരിയ വരുമ്പം ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാരിക്ക്. അപ്പുറം ലോവറും ബോർഡർ വരുന്നത് ചെക്കേർഡ് പാറ്റേണിലാണ്. വർക്കിന്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും.
സിമ്പിൾ ബോർഡർ, വീണ്ടും ആ ഒരു ചെക്ക് ഡിസൈൻസ് വരുന്നുണ്ട് സാരിയിൽ. ബോഡിയിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. നല്ലൊരു സർക്കുലർ മോട്ടീവ്സിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്, വീണ്ടും അപ്പർ പോർഷൻ വരുമ്പം വീണ്ടും ഇതേ ചെക്ക് ഡിസൈനിൽ തന്നെയായിരിക്കും. ബോർഡർ വരുന്ന ഈ ഒരു കണ്ടോ, ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഒരു വേവി ഡിസൈനിൽ സിക്സ് ആക്ക് പാറ്റേണിലുള്ള വർക്ക് വന്നിട്ടാണ് ആ ഒരു സർക്കുലർ മോട്ടീവ്സ് വരുന്നത് ബോഡിയിൽ വരുമ്പോൾ. ഇതായിരിക്കും ഓവറോൾ ലുക്ക്, ഇങ്ങനെ വരും. സിമ്പിൾ പല്ലു ആൻഡ് ബ്ലൗസ്. നീം സറി വുവൺ പാറ്റേണിലും ആ ഒരു ഗോൾഡൻ ബേജ് ടോണിലും ഈ ഡ്യുവൽ പാറ്റേണിലാണ്. ഇതിലെ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിലുള്ള പാറ്റേൺ ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഹൊറിസോണലായിട്ട് തന്നെ വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ലുക്കിലായിരിക്കും. ഫുൾ സിക്സ് ആക്ക് പാറ്റേൺ. സിക്സ് ആക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ആരോ ഡിസൈൻ പോലുള്ള ഒരു പാറ്റേൺ ആണ്. ലീഫ് ഡിസൈൻസിലായിരിക്കും. ഒരു സിൽവർ സെറിയിലും ബേജ് ടോണിലും ആയിരിക്കും ഫുൾ ബോഡിയിലും വരുന്നത് വർക്ക് വരുന്നത്. നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ സാരീസ് എല്ലാം കാണാനും. ഈ ഒരു പാറ്റേൺ ആണ്. ഒരു ഡിസൈൻ വരുന്നത് സിൽവറിലാണ്, ഒരു വാട്ടർ ഗോൾഡ് സിൽവർ ടോൺ വന്നിട്ട് നെക്സ്റ്റ് ടോൺ വരുന്നത് ബേജ് ടോണിലായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ സാരിയിലും വർക്ക് വരുന്നത്. സിമ്പിൾ ബോർഡർ. വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി ടെസൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. വൺ ലെയറിലാണെങ്കിലും വളരെ തിൻ ഫാബ്രിക്കാണ്. ഗീച്ച വീവിലാണ് എല്ലാ സാരിയുടെയും മുന്താണി വന്നിട്ട് റണ്ണിങ് ബ്ലൗസ്. വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. നെക്സ്റ്റ് ത്രെഡ് വുവൺ സ്റ്റൈലിലുള്ള സാരി വരുന്നുണ്ട്. അബ്സ്ട്രാക്ട് ജിയോമെട്രിക്കൽ ഡിസൈൻ ആണ് വുവൺ പാറ്റേണിൽ വരുന്നത് സാരിയിൽ. ആ ഒരു പേൾ ക്രീം ബേസ് വന്നിട്ട് ഒരു ബിസ്ക്കറ്റ് ടോണിലായിരിക്കും, ഒരു ബേജ് ടോണിലായിരിക്കും, ഒരു ജിയോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈൻസിലായിരിക്കും. ഫുൾ ത്രെഡ് വീവിലാണ് ബോഡി വരുന്നത് കംപ്ലീറ്റ്. ഡബിൾ സൈഡ് ബോർഡർ, ഗീച്ച വുവൺ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. എല്ലാ വർക്കും നല്ല യുണീക്ക് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇതും നല്ലൊരു വേർട്ടിക്കൽ പാറ്റേണിൽ നല്ലൊരു പാറ്റേണിലാട്ടോ സാരിയിൽ വർക്ക് വന്നിരിക്കുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ഒരു ക്ലോസർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നമ്മളൊരു നെൽക്കതിറിന്റെ എല്ലാം ഒരു പാറ്റേൺ ഇല്ലേ, ആ ഒരു ഡിസൈനിലാണ് സാരിയിലെ ഒരു വേർട്ടിക്കൽ ലൈനും വീണ്ടും അതേ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. ഫുൾ ത്രെഡ് വുവൺ സ്റ്റൈൽ ഈ ഒരു പാറ്റേൺ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് ഫുൾ ബോഡിയിലും വരുന്നത്. സിമ്പിൾ ബോർഡർ, ഒരു ഗീച്ച വുവൺ പാറ്റേണിലുള്ളത് ഷോർട്ട് പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. പേൾ ക്രീം കളക്ഷൻസ് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലായിരുന്നു എല്ലാ സാരീസും വന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ഫാബ്രിക്കിലും നല്ല പാറ്റേണിലും ആയിരുന്നു ലാസ്റ്റ് സാരി കേട്ടോ. ഇതും പേൾ ക്രീം തന്നെയാണ്. ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് നല്ലൊരു സ്വീക്വൻസ് വർക്കിലും ത്രെഡ് വർക്കിലുമാണ് സാരിയുടെ ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ സാരിയിലും ഒരു ത്രെഡ് വുവൺ സ്റ്റൈൽ പേൾ ക്രീമിലെ തന്നെ ത്രെഡ് വർക്കിലായിരിക്കും ഈ ഒരു പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. വീണ്ടും ആ ഒരു സ്വീക്വൻസ് വർക്കിൽ മാറ്റ് സ്വീക്വൻസിലായിരിക്കും സിക്സ് ആക്ക് പാറ്റേൺ വരുന്നത്. സാരി വളരെ മാറ്റ് ഫീലിൽ വരുന്ന സാരി കേട്ടോ. ഒട്ടും ഗ്ലോസി അല്ല, ഒരു ആന്റി ഗോൾഡിലാണ് സിമ്പിൾ ബോർഡർ വരുന്ന സാരിക്ക്. എൻ്റയർ സാരിയും ഇതേ പാറ്റേൺ തന്നെ കേട്ടോ. ആ ഒരു ഗോൾഡൻ സ്വീക്വൻസ് വർക്കിലുള്ള സിക്സ് ആക്ക് പാറ്റേണും ത്രെഡ് വർക്കിലും ആയിരിക്കും എൻ്റയർ സാരി വന്നിട്ട്. ഡബിൾ സൈഡ് ബോർഡർ, ഗോൾഡൻ സെറി ലൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതായിരിക്കും മുന്താണി. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു ലൈൻ പാറ്റേണിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്.